ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാർഡൊക്കെ എടുക്കുമ്പോഴത്തേനും വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വ്യക്തി തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലായി കഴിഞ്ഞു, നിങ്ങളെ മനസ്സിലായി കഴിഞ്ഞു ഒക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തി തിരികെ വരാത്തത്, ഇത്രയെല്ലാം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് തിരികെ വരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പം റീഡിങ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന അതാണ്, കാർഡ് അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഒരു റീഡിങ് കിട്ടും. അത് മാത്രമല്ല ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലൈസും ആണ്, ടൈംലെസ്സും ആണ്. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം കേട്ടോ. റെസിനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, റെസിനേറ്റ് ആകാത്തത് വിട്ട് കളയുക. കാരണം റെസിനേറ്റ് ആകാത്തത് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ ക്ലെയിം ചെയ്യുക കേട്ടോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക, നിങ്ങളുടെയാണെന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. അത് മാത്രമല്ല പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്, അതുപോലെ ഞാൻ ഇവിടെയും ടാഗ് ചെയ്തേക്കാവേ. അപ്പോൾ ഇതൊന്ന് സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്യാൻ തുടങ്ങാം. കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി അതായത് ഇതൊരു എക്സ്ട്രാ മാരിറ്റലോ അല്ലെങ്കിൽ ഫാമിലിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. തേർഡ് പാർട്ടി ആയിട്ട് ഒരു സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിയാണെങ്കിൽ രണ്ടെണ്ണവും കൂടി എന്താ പറയുന്നത്, ആ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സിറ്റുവേഷനിൽ ഏത് ചൂസ് ചെയ്യണം, രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈക്വലായിട്ട് ഒരു സാധനം നിങ്ങൾക്ക് തന്നിട്ടില്ല, മനസ്സിലായോ? അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം കൊടുക്കുക, ഒരു ഭാഗത്തേക്ക് കൊടുക്കാതിരിക്കുക എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ചിന്തകൾ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരുപാട് ദൈവത്തിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിവ് നേടാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ കപ്പ് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കുന്നുമില്ല, അതൊന്നും കാണുന്നുമില്ല കേട്ടോ. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. ഏസ് ഓഫ് കപ്സ് ഡിവൈനിൽ നിന്ന് ഒരു എന്താ പറയുന്നത്, ഡിവൈനിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് ആ വ്യക്തിയുടെ ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നുണ്ട്. ഡിവൈനിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു കല്യാണം, അതായത് ഫാമിലിയെ പേടിച്ച് വിവാഹത്തിൽ നിന്ന് പിന്മാറിയവരുണ്ടെങ്കിൽ വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. സന്തോഷവും സമാധാനവുമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. അപ്പം പുള്ളിയുടെ മനസ്സിൽ നിങ്ങളൊരു മാരേജ് മെറ്റീരിയലാണ്, നിങ്ങളെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ചിന്ത കയറി വരുന്നുണ്ട് കേട്ടോ. രണ്ട് സിറ്റുവേഷനും ഏതെടുക്കണം, അവർ പറയുന്നത് കേൾക്കണോ ഇവർ പറയുന്നത് കേൾക്കണോ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോയെങ്കിൽ അതൊക്കെ മാറി ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഡിവൈൻ അയാൾക്ക് വഴി തുറന്നു കൊടുക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഡിവൈനിൽ നിന്ന് നല്ലൊരു വഴി തുറന്നു കൊടുക്കുന്നു. ഇത് സൺ കാർഡാണ്. ഒരു പോസിറ്റീവ് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നടക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ഒരു പുതിയൊരു വെളിച്ചം വരുന്നു. ഇതുവരെ ഇരുണ്ടു മൂടി ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരുപാട് കണ്ണുനീരും കരച്ചിലും അതുപോലെ തന്നെ സന്തോഷവും എല്ലാം കെട്ടൊരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നല്ലൊരു ഇരുൾമ മാറിയതിന് ശേഷം പുതിയൊരു വെളിച്ചം വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആ വ്യക്തിക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തി എന്തൊരു ഹോപ്പ് വെക്കുന്നുണ്ട്, ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളെ തിരിച്ചു കിട്ടും, നിങ്ങളിലേക്ക് തിരികെ വരാം. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ദൃഢ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. ഇങ്ങനെയാകും കാരണം ഒരുപാട് ആ വ്യക്തി അനുഭവിച്ചു, സങ്കടപ്പെട്ടു, ദുഃഖിച്ചു. നിങ്ങൾ ചേസ് ചെയ്യാൻ പോകാതെ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിന്നതുകൊണ്ടായിരിക്കാം ആ വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയം മുതൽ ആ വ്യക്തി അവിടെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല രണ്ട് സിറ്റുവേഷൻ പുള്ളിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം.
കാർഡിൽ കണ്ടില്ലേ, അതായത് ഈ വ്യക്തി നിങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തേക്ക് ഫോക്കസ് വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയാണ്. എത്രയും വേഗം നിങ്ങളിലേക്ക് കുതിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം പുള്ളിക്കൊരു വഴി ദൈവം കാട്ടി കൊടുത്തിട്ടുണ്ട്. ഡിവൈനിൽ നിന്ന് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഡിവൈനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിവ് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തോടു കൂടി തന്നെ അങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിച്ചു കാണുമായിരിക്കാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. കിങ് ഓഫ് പെൻറ്റാക്കിൾസ് നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാണ് രാവിലത്തെ ചിന്ത. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ചില വ്യക്തികളെ നമ്മൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കാർഡ് എടുക്കുമ്പോൾ കാണുന്നുണ്ട്, എന്ത് തടസ്സമാണ് വരാനുള്ളത്, അതായത് വരുന്നതിന് എന്ത് തടസ്സമാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടല്ലോ അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലായെന്നൊക്കെ. അപ്പോൾ എന്താണ് തടസ്സം എന്നൊന്ന് നമുക്ക് നോക്കാം. വരാനുള്ളതിന് എന്താണ് തടസ്സം? വരാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു ഡിവൈൻ ടൈമിലെ ഇതൊന്നാകത്തോളമെന്ന് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ടവർ മൊമെൻ്റ് വന്നതിന് ശേഷം പുതിയൊരു ഇതൊരു സൺ കാർഡാണ്. അപ്പം ടവർ മൊമെൻ്റ് വന്നതിന് ശേഷമേ നിങ്ങളിലേക്കൊരു പുതിയ വെളിച്ചം വരത്തുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ, അവിടുത്തെ ആ ഒരു ഇത് എൻഡ് ആകണം. അത് മാത്രമല്ല, പുള്ളിയുടെ സാഹചര്യമാണെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. സാഹചര്യങ്ങൾ ഒരുപാടാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരാൻ പറ്റാത്തത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് സാഹചര്യം കൊണ്ടാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരുപാട് ഒരുപാട് ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്, പണം ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നെ നിങ്ങളെ എങ്ങനെ നോക്കും, നിങ്ങളോട് അത്രമേൽ ചെയ്തിട്ട് പോയ ഒരാളാണെങ്കിൽ നിങ്ങളെ എങ്ങനെ നോക്കും. അപ്പം ഇതിനെല്ലാം പുള്ളിക്കൊരു ഒരു സ്ട്രെങ്ത്, ഒരു ധൈര്യം വേണം. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി കാത്തിരിക്കുന്നത്. പിന്നെ പെട്ടെന്നൊരു ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആകണം, അതായത് പുള്ളിയുടെ സാഹചര്യങ്ങളെല്ലാം എൻഡ് ആകണം. മോശപ്പെട്ടൊരവസ്ഥയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതെല്ലാം എൻഡ് ആയതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് എത്തും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ഈക്വൽ സ്നേഹവുമായിട്ടാണ് വരാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ക്ലോസ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ക്ലോസ് എടുക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് അയയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. നെഗറ്റീവിനെയൊക്കെ വെറുതെ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. അതുമാത്രമല്ല, പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാമേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമഃ ശിവായ.